ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങയും വെക്കട്ടോ. ഇത് പുളിയില്ലാത്തൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു കുക്കറിലിട്ട് വേവിക്കട്ടോ. ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് വേവിക്കലട്ടോ. ഒറ്റ വിസിലടിച്ചുകൊണ്ട് വിസിൽ കളയല. കളഞ്ഞ് പിന്നെ വേഗം തൊലിച്ചെടുക്കട്ടോ. കുറേ നേരം ഇരിക്കണ്ട. നമ്മൾ തൊലിച്ചൊക്കെ കഴിഞ്ഞിട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, 2 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. പിന്നെ മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ. അപ്പോൾ ഒരു ഫുള്ള് മാങ്ങ എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിട്ട് ഒറ്റ വിസിലടുപ്പിക്കട്ടോ. ഇത് തേങ്ങ, ചെറിയ ജീരകം, പിന്നെ ഒരു വെല്ലുള്ളീൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചെറിയുള്ളിയും പറ്റും കേട്ടോ. നമ്മൾ അരക്കത് നമ്മളെ പിന്നെ ചക്കക്കുരു നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. ഇനി ഉടക്കണമെങ്കിൽ ഉടക്കും ചെയ്യാം കേട്ടോ. മാങ്ങയും ചക്കക്കുരുമൊക്കെ നാടൻ മാങ്ങ ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണമൊക്കെ എടുത്താൽ മതി. പുളിയില്ലാത്ത മാങ്ങയാണ്. നമ്മൾ തേങ്ങ അരച്ച് പാർന്നിട്ടോ. നല്ല തിളപ്പിക്കട്ടോ. തിളപ്പിച്ചിട്ട് പിന്നെ നമുക്ക് കടർക്കുക. അതിൽ കടർത്ത് കറിവേപ്പിൻ്റെ ഇല ഇടുക. അതേമാതിരി മുളകും പൊടി, കുറച്ച് മുളകും പൊടി. നമ്മൾ പിന്നെ ഈ നല്ല രസമുള്ള കറി കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കറിയാണ്. നമ്മൾ ചക്കക്കുരിയൊക്കെ തൊലിക്കാൻ ഭയങ്കര ഗതികേടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വിസിലടുപ്പിക്കുക, വിസിൽ കളയുക. അപ്പോൾ വേഗം തൊലിച്ചെടുക്കാൻ ഗതികേട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇരുന്ന് ഞാൻ തൊലിക്കുന്നു വേണം. ഞാനിങ്ങനെ ചെയ്യല് കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. അതേമാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.